to, but she did. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ ഒരു ഹോം സെൻറ്റർ ഹോളുമായിട്ടാണ് കേട്ടോ. ഒരു ചെറിയ ഹോൾ വീഡിയോ ആണ്. ഹോം സെൻറ്ററിൽ പോയിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഈ കവർ നിറച്ചും പിന്നെ ഒരു കവറും കൂടെ ഉണ്ട്. എനിക്ക് അങ്ങനെ പൊക്കി കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ കവർ മാത്രം കാണിക്കുകയാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇപ്പോൾ സമ്മർ സീസൺ ആണല്ലോ, അപ്പോൾ നമുക്ക് സമ്മർ സീസണിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ കൂടുതലും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ ഒരു വെയിലിൻ്റെ സോപ്പ് ഡിസ്പെൻസർ ആണ്. അപ്പോൾ ഞങ്ങളുടെ വാഷ് ബേസിൻ്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നു. ഈ വെയിൽ നോക്കി, ബ്ലൂ വെയിലിൻ്റെ ഷേപ്പിൽ നമ്മുടെ എന്തോ ഒരു കാർട്ടൂൺ പണ്ടുണ്ടായിരുന്നല്ലോ, മോബിഡിക് എന്നാണോ, അങ്ങനെ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വെയിലിൻ്റെതും പിന്നെ സെയിലർമാൻ്റെ ഒക്കെ ഒരു കാർട്ടൂൺ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് പണ്ട്. അതേപോലെ എനിക്ക് തോന്നി. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് എടുത്തത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണല്ലോ, സീ ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ ഓഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയാണല്ലോ ഇപ്പോൾ നമുക്ക് വരുന്ന ഹോം ഡെക്കോഴ്സ് അല്ല. അപ്പോൾ ഈ രണ്ട് ക്യാൻഡിൽ ലൈറ്റ് ഹോൾഡേഴ്സ് ആട്ടോ ഇത്. ഇവിടെ നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് വെക്കുന്ന കത്തിക്കുന്ന സാധനമാണ്, സ്റ്റാർ ഫിഷിൻ്റെ ഷേപ്പിൽ. ഹോം സെൻറ്ററിൽ ഇതിൻ്റെ കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട്. അവർക്ക് സ്പ്രിംഗ് സീസണിൽ ഫ്ലവേഴ്സിൻ്റെ ടീ ലൈറ്റ് ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർ ഫിഷിൻ്റെ എടുത്തേ. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. സെറാമിക് ആണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ഹോം സ്റ്റോറേജ് സെക്ഷൻ എന്ന് ഞാൻ എടുത്താട്ടോ ഇത്. ഇതെനിക്ക് എന്തോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നമുക്ക് കോഫി പൗഡറൊക്കെ ഇട്ട് വെക്കാനായിട്ട് കറക്റ്റ് നല്ലൊരു ഗ്ലാസ് ജാറാണ് കേട്ടോ. ഇത് ബാംബു ലിഡാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു സസ്റ്റൈനബിൾ എന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ സ്ട്രൈപ്സ് പോലത്തെ സാധനം വരുന്നത്. പുറമെ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ആണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോപ്പ് ഡിഷാണ് കേട്ടോ ഇത്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമുക്കൊരു ഡെക്കോർ പീസായിട്ട് വെക്കാം. ഇത് നല്ല ഒരു ഓഫർ പ്രൈസിനാണ് കിട്ടിയത്. ഇത് കുറച്ച് ഓൾഡായിട്ടുള്ള അവരുടെ സെക്ഷനിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് 199 അങ്ങനെ എന്തോ ഒരു റേറ്റിനാണ് കിട്ടിയിരിക്കുന്നത്. ഒറിജിനൽ പ്രൈസ് വാസ് 799 സംതിങ്. അപ്പോൾ ഇത് നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ മുകളിൽ ഞാൻ ക്യാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത് തന്നെ. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ക്യാൻഡിൽ വെച്ചിട്ട് നമ്മളൊരു ക്യാൻഡിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിലായിരുന്നു നമ്മൾ എടുത്തത്. ഇത് സെൻറ്റഡ് ക്യാൻഡിൽ വരുന്നത് റോസ് പാ എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൻ്റെ പാക്കേജിങ് നല്ല രസമുണ്ട്. പക്ഷേ ക്യാൻഡിലിൻ്റെ ഇത് ഗ്ലാസ് പ്ലെയിൻ ആണ്. പ്ലെയിൻ ഒരു ഗ്രേ സ്റ്റോണിലാണ് വരുന്നത്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെൻറ്റ് ആണെങ്കിലും അടിപൊളി. ഒരു റോസ് ഗാർഡൻ്റെ ഒരു ഫീൽ ആട്ടോ ഇത് സെൻറ്റ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം ഞാൻ മേടിച്ചത് ഇങ്ങനെ നമ്മുടെ ക്യാൻഡിൽസ് വെക്കാനായിട്ട് നല്ലൊരു ക്യാൻഡിൽ ഹോൾഡറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഈ ഒരു ഐഡിയ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഉദിച്ചു. നമുക്കിത് ക്യാൻഡിൽ വെക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് കാണാൻ നല്ല രസമല്ലേ ഇങ്ങനെ ക്യാൻഡിൽ ഇരിക്കുന്നത് കാണാൻ. പിന്നെ സെൻറ്റഡ് ക്യാൻഡിൽസ് ഇല്ലാതെ എന്ത് ഹോൾ വീഡിയോ, അതും ഹോം സെൻറ്ററിൽ പോകുമ്പോൾ. നല്ല സെൻറ്റഡ് ക്യാൻഡിൽസ് നമുക്കിവിടെ കിട്ടുന്നത് ഹോം സെൻറ്ററിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നും അത്രയും കിട്ടാറില്ല. പിന്നെ വെസ്റ്റ് സൈഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ ഒരു ഹോം ഡെക്കോറിൻ്റെ ഏരിയ. പിന്നെ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് അടുത്തത് ഒരു ക്യാൻഡിൽ തന്നെ കേട്ടോ. ഈ ക്യാൻഡിലാട്ടോ നെക്സ്റ്റ് എടുത്തത്. ഇത് അവരുടെ മറൈൻ അറ്റ്ലാന്റിക് ഷിമ്മേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ നിന്നുള്ള കേട്ടോ. ഇത് ഗൈസ്, ഇതിനെനിക്ക് ഇതിൻ്റെ സെൻറ്റിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് ഇതിൻ്റെ പാക്കേജിംഗ് ആണ്. ഇവിടെ ഒരു സീഷെല്ലൊക്കെ ഉണ്ട് നമ്മുടെ സിൽവർ കളറിലെ. പിന്നെ ക്യാൻഡിൽ വരുന്നത് ബ്ലൂ ഷെയ്ഡിലാണ്. നമ്മൾ ഈ ടൈമിൽ ബ്ലൂ തീമിൽ പോകാനായിട്ടാണ് ഞാൻ നോക്കുന്നത്, ഈ ഒരു സമ്മർ തീം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്തത്. പിന്നെ ഇപ്പോൾ സിൽവർ ബാക്ക് ഇൻ ട്രെൻഡാണ്. സിൽവർ ഇപ്പോൾ ഒരുപാട് നമ്മുടെ ഹോം ഡെക്കോറിലേക്ക് ആഡ് ഓൺ ആയിട്ടുണ്ട്. നേരത്തെ ഒരു ഗോൾഡ് എലമെൻ്റ് ആയിരുന്നു കൂടുതൽ ഇപ്പോൾ ആഡ് ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും സിൽവറിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ നോട്ട്സ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഫ്രാഗ്രൻസ് ട്രാൻസ്പോർട്ട് യു ടു ദ വാസ്റ്റ് ഓഷ്യൻ വിത്ത് ഇറ്റ്സ് ഫ്രഷ് ക്രിസ്പ് ആൻഡ് റിവൈറ്റലൈസിംഗ് ബ്രീസ് ഇവോക്കിംഗ് എ സെൻസ് ഓഫ് ഫ്രീഡം ആൻഡ് അക്വാറ്റിക് അഡ്വഞ്ചർ. വാ. പിന്നെ നമ്മുടെ കിച്ചൺ കുറച്ചൊന്ന് എസ്തറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡിഷ് സോപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സോപ്പ് ഡിസ്പെൻസറാണ് കേട്ടോ എടുത്തത്. ഇത് നമ്മൾ നോർമലി ഹാൻഡ് വാഷ് അല്ലെങ്കിൽ പിന്നെ സോപ്പ് ഡിഷായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഞാൻ കിച്ചണിലേക്ക് എടുത്തു. കിച്ചണിൽ കാണാൻ നല്ല രസമായിരിക്കും ഈ ഒരു രീതിയിൽ നമ്മൾ ഡിഷ് സോപ്പും പിന്നെ അതിൻ്റെ സ്ക്രബ്ബറും പിന്നെ എന്താ പറയുക അതിൻ്റെ സ്പഞ്ചും ഒക്കെ നമുക്ക് ഇതിൽ വെക്കാം. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് എടുത്ത കേട്ടോ. പിന്നെ ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം എൻ്റെ ഹസ്ബൻഡ് എടുത്താണ്. അത് എനിക്ക് വേണ്ടിയിട്ട് എടുത്താണ്. നിങ്ങൾക്കറിയാം, കുറച്ച് നാളായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, പുള്ളി എപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് പിങ്ക് സാധനങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ കൂടുന്നതാണിത്. ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണ്, ജസ്റ്റ് ഒരു പ്ലേറ്റാണ്, ഫ്ലൈ ഹൈ എന്ന് എഴുതി വെക്കുന്നത്, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം കണ്ടിട്ട് ഇതെന്ത് സാധനം എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം അതിതാണ്. ഇതൊരു സ്പെറിക്കൽ ബോൾ
ഹോം സെൻറ്ററിലെ നമ്മുടെ സ്റ്റോൺ വെയർ സെക്ഷനിൽ നിന്നാണ് കേട്ടോ ഞാനിതെടുത്തത്. ഇത് ഒറിജിനൽ പ്രൈസ് വാസ് 599, എനിക്ക് കിട്ടിയത് 179 ആണ്. ഇത്രയും നല്ലൊരു ഹോം ഡെക്കോർ പീസ് ഈ ഒരു റേറ്റിന് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നമ്മൾ നോക്കുമ്പോൾ വെറുതെ ഒരു ബോൾ, പക്ഷേ ഇത് നമുക്ക് ഡെക്കോർ പീസായിട്ട് ബുക്സിൻ്റെ മുകളിൽ ഡെക്കോർ ബുക്സ് വെക്കാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു സ്പെറിക്കൽ എലമെൻ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇത് അടിപൊളിയാണ് കേട്ടോ. അതും സ്റ്റോൺ വെയറും കൂടാണ്. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഞാനിത് ഓഫർ പീസാണെന്ന് കണ്ടപ്പോൾ തന്നെ അപ്പം തന്നെ എടുത്തു കേട്ടോ. നെക്സ്റ്റ് വീണ്ടും നമ്മളൊരു ടൂത്ത് ബ്രഷ് ഹോൾഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതും സെറാമിക്കിൻ്റെ ഫിനിഷാണ് വരുന്നത്, ഒരു ന്യൂട്രൽ ഷെയ്ഡിൽ വന്നപ്പോൾ ഇതെനിക്ക് നമുക്ക് വാഷ്റൂമിലേക്കാണ് ഞാനിത് നോർമലി എടുത്തത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെയാണെങ്കിലും ഒരു ഡെക്കോർ പീസായിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് വെക്കാവുന്നതാണ്. ഇത് നല്ല രസമില്ല കാണാൻ. സെറാമിക് ഫിനിഷാണ് വരുന്നത്. നല്ല രസമാണ്, ന്യൂട്രലാണ്, അതുമല്ല ഒരു മാറ്റ് ഫിനിഷാണ് കേട്ടോ ഇതിന് വരുന്നത്. അടുത്തതും നമ്മളൊരു സോപ്പ് ഡിഷാണിത്. ഇത് പറഞ്ഞ വിശ്വസിച്ചത് സോപ്പിൻ്റെ ഡിഷ് ഇത്രയും രസമായിട്ട്. ഇത് നമ്മൾ ബാത്റൂമിൻ്റെ ആ ഒരു തീം നിങ്ങൾക്ക് സ്റ്റോൺ വെയറിൻ്റെ ആണെങ്കിൽ അതിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. അതല്ല, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്യാൻഡിൽസ് വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. ഇങ്ങനെ സോപ്പ് ഡിഷസ് അവിടെ ഓഫർ പ്രൈസ് വരുമ്പോൾ നിങ്ങൾ എടുക്കുക. ഇത് 699 ആയിരുന്നു ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. ഇതെനിക്ക് 210 റുപ്പീസിനാണ് കിട്ടിയത്. ക്യാൻ യു ഗൈസ് ബിലീവ് ഇറ്റ്? യെസ്, എനിക്കും ഇതൊരു ഷോക്കാണ്. ലൈക്ക് അത്രയും നല്ലൊരു സംഭവം നമുക്ക് 210 റുപ്പീസിന് 210 രൂപയ്ക്ക് ഈ ഒരു സാധനം എനിക്ക് കിട്ടിയത്. അതും നമുക്ക് നല്ലൊരു ഡെക്കോർ പീസായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സ്റ്റോൺ വെയർ പോലെ തോന്നുന്നെങ്കിലും ഇത് റെസിൻ ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. റെസിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, സ്റ്റോൺ അല്ല. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എടുത്ത ഒരു സ്റ്റോറേജ് പീസ് ആട്ടോ. ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ് 16 കമ്പാർട്ട്മെൻറ്റായിട്ട് വരുന്ന വാർഡ്രോബ് ഓർഗനൈസറാണ് കേട്ടത്. ഇതിൽ നമുക്ക് ബ്രാ ആൻഡ് പാൻറ്റീസ് നമുക്ക് സെക്ഷൻ ചെയ്ത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് സോക്സ് ആണെങ്കിലും ഇതിലിങ്ങനെ ആഡ് ചെയ്യാം. ഇതിലിങ്ങനെ റോയിൽ നമുക്കിങ്ങനെ വെച്ച് പോകാം. പിന്നെ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെറിയ നമ്മുടെ ഇന്നേഴ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ബെസ്റ്റ് സാധനം കേട്ടോ ഇത്. ഇത് വരുന്ന 999 ആണ്. പക്ഷേ നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മേടിച്ച ഐറ്റംസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ടൈനി ഹോൾ എന്ന് പറയാം. കുറച്ച് സാധനങ്ങൾ കിട്ടി, അപ്പോൾ അത് ഞാൻ കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി കുറച്ച് ഹോൾ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ്. I hope you guys enjoyed this video. If you did, please give it a thumbs up and subscribe to my channel. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. Bye bye. Love you guys.